നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് മലയാള സിനിമയിലെ പല പ്രധാന നടന്മാരും അതുപോലെ തന്നെ സംവിധായകരെല്ലാം ഇപ്പോൾ കേസിൽ പെട്ടിരിക്കുകയാണ്. ഓരോരുത്തരും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുന്ന കാഴ്ചകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. വലിയൊരു കോളിളക്കം തന്നെയാണ് അത് നമ്മുടെ മലയാള സിനിമാ ചലച്ചിത്ര ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ അതിന്റെ കോളിളക്കം നമ്മുടെ തമിഴ് ചലച്ചിത്ര മേഖലയിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം തമിഴ് ടെലിവിഷൻ മേഖലയിലും ഇത്തരത്തിൽ വ്യാപകമായ ലൈംഗിക ഉപദ്രവങ്ങൾ നടക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രശസ്ത നടിയും സീരിയൽ നിർമ്മാതാവുമായ കുട്ടി പത്മിനി. ബാലതാരമായപ്പോൾ തനിക്കുണ്ടായ അനുഭവം അവരൊരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട്. ലൈംഗിക ഉപദ്രവം കാരണം ടെലിവിഷൻ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും കുട്ടി പത്മിനി വെളിപ്പെടുത്തി. സംവിധായകരും സാങ്കേതിക വിദഗ്ധരും വനിതാ കലാകാരികളിൽ നിന്ന് ലൈംഗികത ആവശ്യപ്പെടുന്നു. ലൈംഗിക പീഡനം തെളിയിക്കാൻ കഴിയാത്തതിനാൽ പലരും പരാതിപ്പെടുന്നില്ല. എന്നാൽ മറ്റു ചിലർ കൂടുതൽ പണം കിട്ടുമെന്നതിനാൽ എല്ലാ പീഡനവും സഹിക്കും. ഡോക്ടർമാർ, IT പ്രൊഫഷണലുകൾ എന്നിവയെ പോലുള്ള ഒരു ജോലിയാണ് അഭിനയവും. എന്നാൽ അവിടെ മാത്രം എന്തുകൊണ്ട് മാംസ കച്ചവടത്തിൻ്റെതാകുന്നു? ഇത് വലിയ തെറ്റാണെന്നും പത്മിനി എടുത്തു പറയുന്നുണ്ട്. അനുഭവങ്ങൾ തുറന്നു പറയുകയോ പരാതി നൽകുകയോ ചെയ്താൽ നിരോധനം ഉണ്ടാകുമെന്നും ഗായിക ചിന്മയിക്കും നടൻ ശ്രീ റെഡ്ഡിക്കുമെതിരെയുള്ള നിരോധനം ചൂണ്ടിക്കാട്ടി കുട്ടി പത്മിനി വ്യക്തമാക്കി. ഇരുവർക്കുമെതിരെയുള്ള നിരോധനത്തിൽ തനിക്ക് വലിയ ആശങ്കയുണ്ടെന്നും അവർ പറഞ്ഞു. ബാലതാരമായിരുന്നപ്പോൾ തനിക്ക് ലൈംഗിക ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിനെതിരെ അമ്മ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഹിന്ദി സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നും അവർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. തമിഴ് സിനിമയിൽ ലൈംഗിക ഉപദ്രവ പീഡനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കുന്നില്ല. സുരേഷ് ഗോപി തെളിവ് എവിടെയെന്ന് ചോദിച്ചുവെന്ന് ഞാൻ വായിച്ചു. എങ്ങനെയാണ് ഇതിനൊക്കെ തെളിവ് നൽകാൻ കഴിയുക എന്നും CBI ചെയ്യുന്ന പോലുള്ള നുണപരിശോധന നടത്താനാവുമോ എന്നും കുട്ടി പത്മിനി എടുത്തു ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, തമിഴ് സിനിമയിലെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ദംശനങ്ങൾ പരിശോധിക്കാൻ തമിഴ് താരസംഘടനയായ നടികർ സംഘം 10 ദിവസത്തിനകം കമ്മിറ്റി രൂപീകരിക്കുമെന്നും ജനറൽ സെക്രട്ടറിയായ നടൻ വിശാലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സ്ത്രീകളെ ബഹുമാനിക്കാത്ത, മോശം ആവശ്യങ്ങളുമായി സമീപിക്കുന്ന പുരുഷന്മാർ തമിഴ് സിനിമയിൽ ഉണ്ടെന്നും വിശാൽ പറഞ്ഞിരുന്നു. എന്നാൽ തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള പരാതികൾ ലഭിച്ചിട്ടില്ലെന്നാണ് തമിഴ്നാട് മന്ത്രി സ്വാമിനാഥൻ പറയുന്നത്. ഏതായാലും നടികർ സംഘം ഇപ്പോൾ ഇത്തരത്തിൽ അവർക്കെതിരെയും ഉണ്ടാകുന്ന പല ലൈംഗിക പീഡനങ്ങൾക്കെതിരെയും ഒരു കമ്മിറ്റി രൂപീകരിക്കാനും അവർക്കെതിരെ അതിശക്തമായ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാനുമുള്ള എല്ലാ രീതിയിലുള്ള മുൻനടപടികൾ സ്വീകരിക്കുമെന്നാണ് ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള വിശാൽ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും മലയാള സിനിമാ ചലച്ചിത്ര ലോകത്ത് സംഭവിച്ചതുപോലെയുള്ള വലിയൊരു കോളിളക്കം തന്നെ തമിഴ് സിനിമാ ചലച്ചിത്ര ലോകത്തും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.